നമസ്കാരം ബഹുമാന്യ പ്രേക്ഷകരെ. എങ്ങനെയെങ്കിലും യൂട്യൂബിൽ കയറി പണം സമ്പാദിക്കണമെന്നുള്ള ഒരാഗ്രഹത്തിലുമല്ല ഇത് ഞാൻ പ്രക്ഷേപണം ചെയ്തെന്ന് അറിയുക. ലോകത്ത് ഇതുവരെയും നടന്നുകൊണ്ടിരിക്കുന്നതും ഇനി നടക്കാൻ സാധ്യത ഉള്ളതുമായിട്ടുള്ള ചില അനിഷ്ട സംഭവങ്ങൾ നമ്മുടെ ഇടയിൽ നടക്കുന്നുണ്ട്. അത് മാതാപിതാക്കളെയും വൃദ്ധരെയാണ് കഠിനമായും ബാധിക്കുന്നത്. അവർക്ക് കഴിയുമെങ്കിൽ ഒരറിവ് ഉണ്ടായിക്കോട്ടെ എന്നുള്ള ധാരണയിലും ആഗ്രഹത്തിലും മാത്രമാണ് ഞാൻ ഈ വീഡിയോ ബഹുമാന്യ ജനങ്ങൾക്ക് പ്രസിദ്ധീകരിക്കുന്നത്. പ്രധാനമായും പറയാനുള്ളത്, ഇത് ഞാൻ നിർമ്മിച്ച വീഡിയോസ് അല്ല. ഏതോ നല്ല അറിവുള്ള കലാകാരന്മാർ കഷ്ടപ്പെട്ട് അഭിനയിച്ചു ഇതേ കണക്കൊരു മാതൃക കാട്ടി എങ്കിലും വരുന്ന ജനങ്ങൾക്ക് നല്ല അറിവുണ്ടായിക്കോട്ടെ, മക്കളെയൊന്നും പേരക്കുട്ടികളെയൊന്നും ശിക്ഷ വാങ്ങാതെ ആ പാഠം അവരെ പഠിപ്പിക്കാതെ മാതാപിതാക്കളോടും വൃദ്ധരോടും നല്ല രീതിയിൽ പെരുമാറി ഒരു മാതൃകയാകുവാൻ വേണ്ടിയിട്ടുള്ള ഒരു അനുഭവം അവർ കഷ്ടപ്പെട്ട് അഭിനയിച്ച് രംഗത്ത് വന്നത്. ഞാനത് പ്രസിദ്ധീകരണമാണ് ചെയ്യുന്നത്, അല്ലാതെ ഞാൻ ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല എന്ന് നിങ്ങൾ ആലോചിക്കണം. ഇനി നിങ്ങൾ കഥ കണ്ടിട്ട് തീരുമാനിക്കുക. നമുക്കും വയസ്സാകും, വൃദ്ധരാകും, അവശരാകും. നമ്മൾ ഇന്ന് കാട്ടുന്ന പ്രവൃത്തിയുടെ ശിക്ഷ നമ്മളെ മക്കളിൽ നിന്നോ ചെറുമക്കളിൽ നിന്നോ നമ്മൾ അനുഭവിക്കാതിരിക്കണമെങ്കിൽ ഇതൊരു മാതൃകയാക്കണം എന്ന് അപേക്ഷിക്കുന്നു. നമസ്കാരം. ഹായ് മക്കളെ. മുത്തശ്ശി കെട്ടിപ്പിടിക്കണ്ട. എന്റെ മേലൊക്കെ ആകെ അഴുക്കാടാ മോനെ. എന്താ മേലൊക്കെ മണ്ണ്. അമ്മ ചീത്ത പറയില്ലേ? അച്ഛനും അമ്മക്ക് എവിടെ? എനിക്ക് ഇഷ്ടപ്പെട്ടത് നെയ്യപ്പം. എനിക്ക് മാത്രം കുറച്ച്. അപ്പൊ എന്റെ വാസുട്ടിന് കൊടുക്കണ്ടാ. പതുക്കെ നടന്നിട്ട് ആകെ വേർതിരിക്കണല്ലോ. അപ്പൊ ഇന്നലെ ഞാൻ വിളിച്ചതല്ലേ, അപ്പൊ ആ സമയത്തൊന്ന് പറയാണെച്ചെങ്കിൽ ഞാൻ വണ്ടിയായിട്ട് വരില്ലാന്ന്. അമ്മക്ക് ഇങ്ങളൊക്കെ കാണാൻ തോന്നി മോനെ. അപ്പൊ അമ്മ അങ്ങോട്ട് പോകുന്നു. അതൊക്കെ ശരി തന്നെ. എന്നിട്ട് ഇപ്പൊ എങ്ങനെ ഇപ്പൊ പോണത്? അതിപ്പോ എന്താണ് ഞാൻ ബസ്സിൽ പോകുന്നു. ബസ്സിൽ വരരുതെന്ന് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ചീത്ത പറയണ്ട പൊന്നു മോനെ. അമ്മ നിങ്ങളൊക്കെ കാണാതെ കൊതികൊണ്ട് വന്നതല്ലേ. സോപ്പിടണ്ട. ധന്യ എവിടെ? ധന്യെ ഞാൻ വിളിക്കാം. അമ്മ അവിടെ. ധന്യേ എന്താ മനുഷ്യ? അമ്മ വന്നിട്ടുണ്ട്. എന്റെ അമ്മ വന്നിട്ടുണ്ടോ? നിന്റെ അമ്മയല്ല, നമ്മുടെ അമ്മ. അതല്ലായിരുന്നു. എടി, നമ്മളൊന്ന് കാണാൻ വേണ്ടിട്ട് അമ്മ വരുമ്പോഴത്തേന് ഈ കൊനിഷ്ട ആദ്യം തന്നെ പറയല്ലേ. എന്റെ പ്രദീപ, ഇപ്പൊ 6 മാസമായിട്ടുള്ളൂ നിങ്ങളുടെ അമ്മ പോയിട്ട്. ഇനി എന്തിനാ അതിന്റെ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? വെറുതെ ഇങ്ങനെ ഞെയ് എന്ന് പറയണം. അമ്മ നമ്മളെ കാണാൻ വേണ്ടിട്ടൊന്ന് വന്നതല്ലേ. ഇതേ പ്രദീപ, ഞാനൊരു കാര്യം പറഞ്ഞുതരാം. എനിക്ക് സമാധാനമായിട്ട് ജീവിക്കാൻ വേണ്ടിട്ടാ എന്റെ അമ്മ ഈ വീട് വെച്ചിട്ടുള്ളത്. മനസ്സിലായോ? നിങ്ങളുടെ അമ്മനെ നോക്കണമെങ്കിൽ നിങ്ങളുടെ പെങ്ങളുണ്ട്, അതായത് കെട്ടിയോ മരിച്ചിട്ടുള്ള അവളില്ലേ, അവളോട് പോയി നോക്കാൻ പറ. ഈ തള്ള എവിടെ? പണിയെടുത്തിട്ടേ ഭയങ്കര ക്ഷീണം വന്നതാ ഞങ്ങക്ക്. ഒന്നങ്ങോട്ട് അമർത്തി മട്ടിച്ച് തള്ളേ. എടി വെയ്യ മോളെ, പിന്നെ ആര് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കൂ? നാവിനൊരു കരവില്ല. വേശായാലും അമ്മയ്ക്ക് മുക്കുമുട്ട തിന്നാൻ മാത്രം മോതറക്കണ തള്ളായിരുന്നു. അപ്പൊ തള്ളക്ക് കുറച്ച് കൊമ്പ് കൂടിയിരിക്കണ്. നാശം പിടിച്ച തള്ള. തള്ളേതാ തൊടൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്ക്. വെയ്യ പിന്നെ ആരടിക്കും? ഇത് ഇങ്ങോട്ടൊക്കെ അമ്പലത്തിന്റെ അവിടെ അടിച്ചോ? എപ്പടിക്കാ? നോട്ടൊക്കെ അങ്ങോട്ട് അത് അടിക്കാം. ആദ്യം പോയിട്ട് നടക്ക്. കണ്ടോ, ഇവിടെയൊക്കെ വൃത്തിയാക്കുള്ളതാ. ഇത് അവിടെ ഉണ്ട് വൃത്തിയാക്ക്. അവിടെയൊക്കെ നന്നായിട്ട് തുടച്ചടിച്ച് വൃത്തിയാക്ക്. നാളെ വിളക്ക് വെക്കാനുള്ളതാണ്. കംപ്ലീറ്റ് അടിച്ചു വേടി. ഇത് കണ്ടോ, ഇവിടെയൊക്കെ കമ്പിളിട്ട് പുല്ലും മേടൊക്കെ അങ്ങനെ ശരിക്കും ഇങ്ങോട്ട് കഴുകിക്കൂടെ തള്ളേ. എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. ഈ തള്ള എന്തി കാണിക്കണത്? ഈ 3 നേരം തിന്നാ മാത്രം അറിയാം. ഹലോ ഏട്ടാ.
ഹലോ. ആ അത് റേഞ്ച് ഇല്ലായിട്ടായിരുന്നു. ആ ഇല്ല, അമ്മ ഉറങ്ങി. പിന്നെ ഭക്ഷണം മരുന്നൊക്കെ കഴിച്ചിട്ട് ഞാൻ ഉറക്കി. ആ അമ്മയ്ക്ക് സുഖമാണ്. പിന്നെ അമ്മ പറയാ 5000 രൂപ അയച്ചു കൊടുക്കാൻ. ഓ അമ്മയുടെ കൂട്ടുകാരിക്ക് എന്തോ വാങ്ങിക്കൊടുക്കാനോ അത്ര. ആ ഒന്ന് അയച്ചു കൊടുത്തേക്ക്, പാവല്ലേ. ഓ എൻ്റെ അക്കൗണ്ട് ഇട്ടാ മതി. ഒന്ന് താഴെ മോളെന്റെ മോനല്ലേ, ഞാൻ ഒന്ന് കണ്ടോ. അത് സിനിമേനെ. ഒന്ന് മിണ്ടാതിരിക്കല്ലേ. ഏട്ടാ ഞാൻ പിന്നെ വിളിക്കാം. ദേ അവിടെ ഒരു പിച്ചക്കാരി വന്നിട്ടുണ്ട്. നോശം പിടിയ തൊള്ളേ ഒറ്റ കുത്തല കുത്തിയിട്ടുണ്ടല്ലോ. ചപ്പയും മോന്തൊക്കെ ഞാൻ ചേച്ചി എന്ത് കാണിക്കുന്ന ചേച്ചി? ആൾക്കാർ കേട്ടിട്ട് വരൂട്ടോ. ആൾക്കാർ കേട്ട് വരട്ടെ. ചേച്ചി വേണ്ട ചേച്ചി. ചേച്ചി വേണ്ട ചേച്ചി വേണ്ടല്ലോ. വേണ്ട ചേച്ചി വേണ്ട. നിനക്ക് മക്കളുണ്ട്. ചേച്ചി വേണ്ട ചേച്ചി. ചേച്ചി ചേച്ചി വീട് ഇതൊക്കെ പ്രാക്ക് കിട്ടുന്ന പരിപാടിയാ. ചേച്ചി വേണ്ട ചേച്ചി. എനിക്കിതെല്ലാം വേണം. ഇതേ എന്റെ അച്ഛനെ മുതലോ ഈ 3 സെന്റ് അതിന്റെ അച്ഛനെ പറ്റിച്ച് എങ്ങനെയത് ആ കൊണം പിടിക്കണടി. ഓടി തൊള്ളേ നീ കൊണം പിടിക്കണടി. നീ കൊറേ കൊണം പിടിപ്പിക്കണടി. നീ എന്റെ അടുത്ത കൊള്ളാന്നല്ലേട്ടാ. ചേച്ചി എന്തൊക്കെ ചെയ്തേ? ഇതേ എന്റെ അച്ഛനെ മുതല ഇത് ഞാൻ എന്തായാലും നേടിയെടുത്തേക്കും. പിന്നെ ഈ കള്ളക്കണ്ണീരും ഇതെല്ലാം അത് ഇവിടെ മാത്രം മതി, നടക്കില്ല കേട്ടാ. എടുക്കടി വീഡിയോ എന്റെ എല്ലാം മൊത്തത്തിലെടുക്ക്. എന്റെ എല്ലാം എടുത്ത ആവശ്യം എന്തേന്ന് ഇപ്പോ? ആടി ഞാൻ അനുഭവിച്ചോളൂ. എന്താ കൂടുതലായിട്ട് എണ്ണത്തിന് പോയാലോ. പാവം വൃദ്ധ മാതാപിതാക്കളോട് കാണിക്കുന്ന ഈ ക്രൂരകൃത്യങ്ങളൊക്കെ മക്കളും ചെറുമക്കളും വരുന്ന തലമുറ ഇത് കണ്ടൊരു പാഠമാതൃകയാക്കി നാളെ എവരുടെ ഗതിയും ഇങ്ങനെയാണ് അവസാനിക്കുക എന്നുള്ള വിവരത്തെക്കുറിച്ച് ഇവരറിയുന്നില്ല. എന്നാൽ അറിയാൻ വേണ്ടി നല്ല വിവരമുള്ള യൂട്യൂബേഴ്സാണ് ഈ ചിത്രം ചിത്രീകരിച്ച് പ്രേക്ഷകരുടെ മുമ്പിൽ വിടാൻ കാരണമായത്. നിങ്ങളൊക്കെ കണ്ട് കാണുമായിരിക്കാം, എങ്കിലും കാണാത്തവർ കണ്ടോട്ടെ. 10 പേരെങ്കിലും കണ്ട് ഒരാളെങ്കിലും വിവരം ഉണ്ടാകുക, അറിവുണ്ടാകുകയാണെങ്കിൽ നാമം പ്രായമാകും, നമ്മളെ സ്ഥിതി ഇതാകരുത് എന്ന് പ്രാർത്ഥനയുള്ളവർക്ക് ഒരു ആശ്വാസമാകട്ടെ എന്ന് കരുതി മാത്രം ഞാനിത് പ്രസിദ്ധീകരിക്കുന്നു. നമസ്കാരം.